പഴയ ഇന്ത്യയുടെ വിസ്തൃതമായ ചരിത്രത്തിൽ 5000 വർഷങ്ങൾക്ക് മുമ്പ് പ്രകൃതിയുമായുള്ള ആഴത്തിലുള്ള ബന്ധം ജീവിതത്തിൻ്റെ ഓരോ വശവും രൂപപ്പെടുത്തി. ഇവിടെ വൈവിധ്യമാർന്ന ഭൂമിശാസ്ത്രവും സമ്പന്നമായ പാരമ്പര്യങ്ങളുമായി ജനങ്ങൾ പ്രകൃതിയോട് ചേർന്ന് സമാധാനപരമായി ജീവിച്ചിരുന്നു. ജീവനും ദീർഘായുസ്സിനുമുള്ള പുരാതന ശാസ്ത്രമായ ആയുർവേദത്തിൻ്റെ വിത്തുകൾ ഇവിടെ നട്ട് ഇന്നും പുരോഗമിക്കുന്ന ഒരു പാരമ്പര്യത്തിന് നാം നേതൃത്വം നൽകുന്നു. പുരാതന ഇന്ത്യയിലെ ജീവിതം. ഈ കാലഘട്ടത്തിൽ പ്രകൃതി ഒരേ സമയം ദാതാവും സംരക്ഷകനുമായിരുന്നു. ജീവൻ നിലനിർത്തുന്നതിനാവശ്യമായ എല്ലാ കാര്യങ്ങളും വാഗ്ദാനം ചെയ്തിരുന്നു. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ജനങ്ങൾ അവരുടെ ഭൂമിയുടെ സമൃദ്ധിയിൽ ആശ്രയിച്ച് ജീവിച്ചു. അവരുടെ അടുത്തുള്ള വനത്തിൽ നിന്നും സ്വാഭാവികമായി വളർന്ന പഴങ്ങളും പച്ചക്കറികളും ഇലകളും ഉപയോഗിച്ചു. ഉപജീവനത്തിനായി അവർ ലഭ്യമായവ കൈപ്പറ്റി. ഓരോ പ്രദേശത്തിനും അതിൻ്റെ തനതായ സമ്പത്തുകളുണ്ട്. അത് അവയുടെ കാലാവസ്ഥയുടെയും ഭൂവിശേഷതകളുടെയും സ്വഭാവത്താൽ രൂപപ്പെട്ടവയാണ്. ചില ഭക്ഷണങ്ങൾ അസംസ്കൃതമായി തന്നെ കഴിച്ചിരുന്നു. മറ്റു ചേരുവകൾ ചില തയ്യാറാക്കൽ രീതികളെ ആവശ്യപ്പെടുന്നു. പാചകം, തിളപ്പിക്കൽ, കുതിർക്കൽ തുടങ്ങിയ വഴികളിലൂടെ ആളുകൾ പാചകത്തിലെ ഘടകങ്ങളെ പൂർണ്ണമായും ഉപയോഗിക്കാൻ പഠിച്ചു. പ്രകൃതിയുമായുള്ള ഈ ലളിതവും അഭേദ്യവുമായ ബന്ധം പ്രകൃതിയെ ബഹുമാനിക്കാനും മനുഷ്യനെ പഠിപ്പിച്ചു. രോഗങ്ങളുടെ ഉത്ഭവവും ചികിത്സയും. അതേസമയം ജീവിതം വെല്ലുവിളികളില്ലാതെ ഉണ്ടായിരുന്നില്ല. സമുദായങ്ങൾ വികസിച്ചിരുന്നതിനാൽ ആരോഗ്യമേഖലയിലെ സങ്കീർണതകളും വർദ്ധിച്ചു. ചില രോഗങ്ങൾ സാംക്രമികമായിരിക്കും. മറ്റ് ചിലത് ചിലപ്പോൾ പരസ്പരം കൈമാറപ്പെടുന്നവയോ അല്ലെങ്കിൽ അലർജികൾ മൂലമുണ്ടാകുന്നവയോ ആയിരിക്കുമെന്നത് പ്രധാന ഭീഷണിയുണ്ടാക്കി. ഈ പരീക്ഷണ കാലയളവിൽ മനുഷ്യൻ്റെ സാമർഥ്യവും പ്രകൃതിയുടെ വിഭവങ്ങളും ചേർന്ന് ചികിത്സയും നടപ്പിലാക്കി. ചിലർ രോഗത്തിന് കീഴടങ്ങുമ്പോഴും കൂടുതൽ പേരെ രോഗമുക്തരാക്കുകയും ഓരോ രോഗത്തിനും പരിഹാരം സ്വയം പ്രകൃതിയിൽ കിടക്കുന്നുവെന്ന വിശ്വാസം ശക്തിപ്പെടുത്തുകയും ചെയ്തു. പ്രകൃതിയിലെ ഔഷധശാലയെ ആശ്രയിച്ച് ആരോഗ്യത്തിൻ്റെയും ആരോഗ്യമുള്ളതുമായ ജീവിതത്തിൻ്റെയും ആഴത്തിലുള്ള ധാരണയ്ക്ക് അടിസ്ഥാനം ചാർത്തി. പഞ്ചമഹാഭൂതത്തിൻ്റെ ജ്ഞാനം. ജ്ഞാനികളിൽ ഒരു സാക്ഷാത്കാരം ഉദയം ചെയ്തു. മനുഷ്യർ ബ്രഹ്മാണ്ഡത്തിൻ്റെ സൂക്ഷ്മരൂപവും സാർവലൗകിക ക്രമത്തിൻ്റെ പ്രതിബിംബവുമാണ്. ചില വിവേകമുള്ള ചിന്തകർ മനുഷ്യർ പ്രകൃതിയുടെ ഭാഗമാണെന്ന് അംഗീകരിച്ചു. പഞ്ചമഹാഭൂതങ്ങളുടെ രൂപത്തിൽ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നവയ്ക്ക് സമാനമായ വസ്തുതകൾ നമ്മുടെ ശരീരത്തിലുമുണ്ട്, പക്ഷേ വ്യത്യസ്തങ്ങളായ രൂപങ്ങളിൽ. ഭൂമി, ജലം, തേജസ്, വായു, ആകാശം എന്നിവയ്ക്ക് മനുഷ്യ ശരീരത്തോടുള്ള ബന്ധം മനസ്സിലാക്കാം. ഭൂമി എല്ല്, ജലം രക്തം, തേജസ് പാചകാഗ്നി, വായു ശ്വാസം, ആകാശം ശരീരത്തിലെ ശൂന്യമായ പ്രദേശങ്ങൾ. ഈ നിരീക്ഷണത്തെ പിന്നീട് ലോകപുരുഷ സാമ്യ സിദ്ധാന്തം എന്ന് പ്രശസ്തമായി വിശേഷിപ്പിച്ചു. യഥാ പിണ്ഡേ തഥാ ബ്രഹ്മാണ്ഡേ എന്നത് പ്രശസ്തമാണ്. വ്യക്തിയും ബ്രഹ്മാണ്ഡവും തമ്മിലുള്ള ഈ ആഴത്തിലുള്ള ബന്ധം ആയുർവേദ തത്വശാസ്ത്രത്തിൻ്റെ ആണിക്കല്ലായി മാറി. അത് ആരോഗ്യത്തെയും അസുഖങ്ങളെയും ചികിത്സയെയും കുറിച്ചുള്ള ജനങ്ങളുടെ ശരിയായ ധാരണയിലേക്ക് നയിച്ചു. ആയുർവേദ ചികിത്സയുടെ അടിസ്ഥാനം. ഈ തിരിച്ചറിവോടെ ആയുർവേദം സമഗ്രമായ ഒരു ചികിത്സാ സംവിധാനമായി ഉദയം ചെയ്തു. ശരീരം രോഗത്തിനിരയാകുമ്പോഴൊക്കെ പഞ്ചമഹാഭൂതവും ലോകപുരുഷ സാമ്യവാദവും പ്രയോഗിച്ച് പ്രകൃതിയിൽ നിന്ന് ചികിത്സയ്ക്കായുള്ളതെല്ലാം ലഭിക്കാമെന്ന ചിന്താപ്രക്രിയയ്ക്ക് ഇത് തുടക്കം കുറിച്ചു. അതിനാൽ ശരീരത്തിൽ ചില മഹാഭൂതങ്ങളുടെ കുറവുണ്ടായിരുന്നെങ്കിൽ ഒരേപോലെ പുറത്തുനിന്ന് പ്രകൃതിയിൽ നിന്ന് അത് നൽകുന്നു. ഉദാഹരണത്തിന്, അതിസാരം ബാധിച്ച ആളിന് പ്രാപ്യമായ അളവിലുള്ള വെള്ളം നൽകും. അതുപോലെ ശരീരത്തിൽ ചില അധിക മഹാഭൂതങ്ങളുണ്ടെങ്കിൽ വിപരീത ഗുണങ്ങളുള്ള മരുന്നുകൾ നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു. ഈ സിദ്ധാന്തം ആയുർവേദത്തിൻ്റെ സാമാന്യവിശേഷ സിദ്ധാന്തം എന്നറിയപ്പെടുന്നു. ഇത് ആയുർവേദത്തിൻ്റെ അടിസ്ഥാന ചികിത്സാ സിദ്ധാന്തമാണ്. ഈ പ്രക്രിയകളുടെ വികസനത്തിൻ്റെ തുടക്കം ചിന്താശക്തി അഥവാ ബ്രഹ്മ എന്ന വാക്കിലൂടെ കാണാവുന്നതാണ്.
ആയുർവേദ ജ്ഞാനത്തിൻ്റെ രേഖപ്പെടുത്തൽ. ഈ പവിത്രമായ പഠനസ്ഥലങ്ങളിൽ ആയുർവേദത്തിൻ്റെ ജ്ഞാനം തലമുറകളിലൂടെ പകർന്നു നൽകപ്പെട്ടു. ആദ്യം ഈ അറിവ് വായിച്ചു നോക്കലിലൂടെ, കഠിനമായ പഠനം, ഓർമ്മപ്പെടുത്തൽ എന്നിവ വഴി പങ്കുവച്ചു. മഹർഷി ആത്രേയൻ്റെ നേതൃത്വത്തിലുള്ള അഗ്നിവേശൻ പോലുള്ള സന്യാസിമാർ ഈ വിസ്തൃതമായ അറിവിനെ പ്രബന്ധങ്ങളിലേക്ക് രേഖപ്പെടുത്തുന്നതിനുള്ള കഠിനമായ പ്രവർത്തനത്തിന് തുടക്കമിട്ടു. ഈ ഗ്രന്ഥങ്ങളിൽ അഗ്നിവേശതന്ത്രം, മറ്റ് സുപ്രധാന കൃതികൾ എന്നിവ ഉദയം ചെയ്തു. ആയുർവേദ ജ്ഞാനത്തിൻ്റെ അന്തസത്ത പകർത്തി. അതുപോലെ ധന്വന്തരി മഹർഷിയുടെ ശിക്ഷണത്തിൽ ആചാര്യ സുശ്രുതൻ രചിച്ച സുശ്രുത സംഹിത ആയുർവേദത്തിലെ ശസ്ത്രചികിത്സാ ജ്ഞാനത്തിൻ്റെ ആണിക്കല്ലായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജ്ഞാനസംരക്ഷണത്തിലെ വെല്ലുവിളികൾ. ആയുർവേദ യാത്ര വെല്ലുവിളികളാൽ നിറഞ്ഞിരുന്നു. പ്രളയം, തീപിടുത്തം തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങളാൽ നിരവധി പുരാതന കയ്യെഴുത്തുപ്രതികൾ നഷ്ടമായി. അധിനിവേശങ്ങളും യുദ്ധങ്ങളും മൂലം ഗ്രന്ഥശാലകളും ക്ഷേത്രങ്ങളും മറ്റും നശിക്കപ്പെടുകയും ഈ വിലപ്പെട്ട അറിവിനെ കൂടുതൽ ഭീഷണിയിലാക്കുകയും ചെയ്തു. രാജ്യങ്ങൾ തമ്മിലുള്ള ആഭ്യന്തര യുദ്ധങ്ങൾ നമ്മുടെ പൈതൃകത്തിൻ്റെ അമൂല്യമായ ശാസ്ത്രീയ സൂചനകൾ നഷ്ടപ്പെടാൻ കാരണമായി. ഈ വെല്ലുവിളികളുമായി സമർപ്പിത പണ്ഡിതന്മാരും ഭരണാധികാരികളും അവർക്ക് കഴിയുന്നതെല്ലാം സംരക്ഷിക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരുന്നു. ചില മഹത്തായ പൂർവികരുടെ ദൃഢനിശ്ചയം ഈ പുരാതന ജ്ഞാനത്തിൻ്റെ നിലനിൽപ്പിന് ഉറപ്പു നൽകി. ആയുർവേദത്തിൻ്റെ പൈതൃകം ഭാവി തലമുറകൾക്കായി സംരക്ഷിക്കുന്നതിന് അത് സഹായിച്ചു. ചരകസംഹിതയുടെ വികസനം. അഗ്നിവേശതന്ത്രം ആചാര്യ ചരകൻ്റെ കയ്യിലെത്തിയപ്പോൾ അത് മാറ്റങ്ങൾക്ക് വിധേയമായിരുന്നു. ചില ഭാഗങ്ങൾ നഷ്ടപ്പെട്ടു. ഈ പതിപ്പ് തിരുത്തിയും മറ്റും ചരകസംഹിത എന്ന് അറിയപ്പെടാൻ തുടങ്ങി. മാറ്റങ്ങളും നഷ്ടപ്പെട്ട ഭാഗങ്ങളും കാരണം അതിൻ്റെ പ്രാഥമിക രൂപം നിലനിർത്താനായില്ല. പിന്നീട് ആചാര്യ ദൃഢബലൻ ചരകസംഹിതയിലെ നഷ്ടപ്പെട്ട ഭാഗങ്ങൾ പൂർത്തിയാക്കി. ഈ പതിപ്പാണ് ഇന്ന് നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഏകദേശം 4-ാം നൂറ്റാണ്ടിൻ്റെ പൈതൃകമാണെന്ന് കരുതിയിരുന്നുവെങ്കിലും അതിലും പുരാതനമാകാനാണ് സാധ്യത. ഇന്ത്യയുടെ ദൂരദർശിയായ രാജാക്കന്മാർ അവരുടെ ഭരണകാലത്ത് എഴുത്തുകാരുടെ സഹായത്തോടെ ചരകസംഹിതയുടെ നിരവധി പകർപ്പുകൾ നിർമ്മിച്ചു. 20-ാം നൂറ്റാണ്ടിൽ ആചാര്യ യാദവ്ജി ത്രികംജി ലഭ്യമായ എല്ലാ കയ്യെഴുത്തുപ്രതികളുടെയും സഹായത്തോടെ ചരകസംഹിതയുടെ എഡിറ്റിംഗ്, പ്രസാധനം തുടങ്ങിയ ഭാരിച്ച ജോലികൾ ഏറ്റെടുത്തു. എഴുത്തുകാർ, പത്രാധിപർ, വ്യാഖ്യാതാക്കൾ, ലിപിക്കാർ, ഭരണാധികാരികൾ, ജനങ്ങൾ, ആയുർവേദം പ്രാക്ടീഷണർമാർ തുടങ്ങിയവർ സംയുക്തമായി ചരകസംഹിതയുടെ പൈതൃകം സംരക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ആചാര്യ ചരകൻ ആരാണ്? ആചാര്യ ചരകൻ ആയുർവേദത്തിലെ ഒരു പ്രധാന വ്യക്തിയെന്ന് പലപ്പോഴും കരുതപ്പെടുന്നു. എന്നിരുന്നാലും ചരകൻ ഒരു വ്യക്തിയെ പ്രതിനിധാനം ചെയ്യുകയാണോ അതോ പണ്ഡിതരുടെ ഒരു കൂട്ടത്തെ പ്രതിനിധാനം ചെയ്യുകയാണോ എന്ന് ചർച്ചയുണ്ട്. ചരകൻ എന്ന പേരു തന്നെ ഒരിടത്തു നിന്ന് മറ്റിടത്തേക്ക് പോകുന്ന ഒരാളെ സൂചിപ്പിക്കുന്നു. ഇത് ഒരു സമ്പ്രദായമോ ചിന്താധാരയോ ആയിരിക്കുമെന്നും സൂചിപ്പിക്കുന്നു. ചില വ്യാഖ്യാനങ്ങൾ പ്രകാരം ചരകൻ എന്നത് ആയുർവേദ ജ്ഞാനത്തിന് സംഭാവന ചെയ്ത ഒരു നല്ല ആയുർവേദ പണ്ഡിതരുടെ പാരമ്പര്യത്തെ സൂചിപ്പിക്കുന്നു. ഈ ചിന്താ പാഠശാല മഹാനായ മഹർഷി ആത്രേയൻ്റെ മേൽനോട്ടത്തിൽ സ്ഥാപിതമായതാണെന്ന് കരുതുന്നു. ചരകസംഹിത ഈ വിപുലമായ ജ്ഞാനശേഖരത്തെക്കുറിച്ച് വിശദീകരിക്കുന്നു. പഠനവും വൈദ്യശാസ്ത്രവും ചികിത്സയും സമഗ്ര ആരോഗ്യവുമെല്ലാം ഇതിൽ ഉൾക്കൊള്ളുന്നു. ഇത് തലമുറകളായുള്ള ജ്ഞാനത്തിൻ്റെ സമ്പന്നമായ പാരമ്പര്യത്തെയും ആയുർവേദ ചികിത്സാരീതികളെയും കാലാനുസൃതമായി അതിനുണ്ടായ മാറ്റങ്ങളെയും പ്രതിഫലിപ്പിക്കുന്നു. ചരകസംഹിതയുടെ പൈതൃകം. ദൂരദർശിനികളായ ഭരണാധികാരികളും സമർപ്പിത പണ്ഡിതന്മാരും നടത്തിയ പരിശ്രമങ്ങൾ വഴി ചരകസംഹിത കാലത്തിൻ്റെ പരീക്ഷണത്തെ അതിജീവിച്ചു. ആയുർവേദത്തിലെ ഏറ്റവും ആദരിക്കപ്പെട്ട വൈദ്യന്മാരിലൊരാളായ ആചാര്യ ചരകൻ ശ്രാവണമാസത്തിലെ ശുക്ലപക്ഷത്തിലെ 5-ാം ദിവസമാണ് ജനിച്ചിട്ടുള്ളത് എന്ന് കരുതുന്നു. ആയുർവേദ പണ്ഡിതർ ഈ ശുഭദിനം ചരക ജയന്തിയായി ആഘോഷിക്കുന്നു. 20-ാം നൂറ്റാണ്ടിൽ ആചാര്യ യാദവ്ജി ത്രികംജി ആചാര്യൻ ലഭ്യമായ എല്ലാ കയ്യെഴുത്തുപ്രതികളുടെയും സഹായത്തോടെ ചരകസംഹിതയുടെ എഡിറ്റിംഗ്, പ്രസാധനം തുടങ്ങിയ ഭാരിച്ച ജോലിയെടുത്തു.
ചരകസംഹിത നൂറ്റാണ്ടുകളുടെ സംയുക്ത ജ്ഞാനത്തെ പ്രതിനിധാനം ചെയ്യുന്നു. ഇത് ആയുർവേദത്തിൻ്റെ ഏറ്റവും വലിയ പൈതൃകങ്ങളിൽ ഒന്നായാണ് കണക്കാക്കുന്നത്. ഇന്ന് ആയുർവേദം സമഗ്ര ആരോഗ്യ പ്രവൃത്തികൾക്കും പ്രചോദനം നൽകുന്നു. പ്രകൃതിദത്ത ചികിത്സയിലൂടെ സുസ്ഥിരമായ ജീവിതം ആവിഷ്കരിക്കാനായി ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് മാർഗനിർദ്ദേശം നൽകുന്നു. ചരകജയന്തി ആഘോഷം. ശ്രാവണ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ 5-ാം ദിവസം ആയുർവേദത്തിലെ ഏറ്റവും ആദരിക്കപ്പെട്ട വൈദ്യന്മാരിലൊരാളായ ചരകാചാര്യനെ ആദരിക്കുന്നു. അവരുടെ സംഭാവനകൾ ഇപ്പോഴും തുടർന്നുകൊണ്ട് ആയുർവേദത്തിൻ്റെ ആഴത്തിലുള്ള ജ്ഞാനവും പൈതൃകവും നമ്മെ ഓർമ്മപ്പെടുത്തും. ഈ ദിനം നാം ആഘോഷിക്കുമ്പോൾ നമുക്ക് പ്രകൃതിയുമായി കെട്ടിപ്പടുത്ത നന്മയുടെ വഴിയിൽ പോകാം. ആയുർവേദത്തിൻ്റെ ആഴമുള്ള ഈ ചരിത്രപരമായ അടിസ്ഥാന തത്വങ്ങൾ മനുഷ്യരുടെ ആരോഗ്യ വീക്ഷണങ്ങളെയും ജീവിതത്തിൻ്റെ ഗുണനിലവാരത്തെയും എങ്ങനെ ആകർഷിക്കുന്നുവെന്നതിൻ്റെ കഥ പറയുന്നു. ഈ പൈതൃകം ഇന്നും ആഴങ്ങളിൽ തുടരുന്നു. ഓരോ തലമുറയും അതിൻ്റെ സമ്പത്തുകളാകുന്നു.